കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് റാഗിംഗ് വിഷയത്തിൽ അന്വേഷണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ബിജെപിയുടെ ഉപവാസ സമരം. കോട്ടയം, കുമരകം, ഏറ്റുമാനൂർ, പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റുമാർ ഏകദിന ഉപവാസം നടത്തുകയാണ്. കോളേജ് അധികൃതരെ പ്രതി ചേർക്കുക, റാഗിംഗ് നിരോധന പ്രകാരം കേസെടുത്ത് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങൾ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ബിജെപിയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ ബിജെപിയുടെ ഒരു ഉപവാസ സമരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജെപിയുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാർച്ചുമെല്ലാം നടത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമായും ബിജെപിയുടെ കുമരകം, ഏറ്റുമാനൂർ, കോട്ടയം, പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസ സമരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദിന ഉപവാസ സമരമാണ്. ബിജെപിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അന്വേഷണ സംഘത്തിന് നേരെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും എല്ലാം ഉയർത്തിയത്. ഏതെങ്കിലും തരത്തിൽ അവ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം ഏതെങ്കിലും രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതെല്ലാം പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ അവർ നടപടികൾ എടുക്കാനുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ടോ? ഇന്നലെ അറിയാൻ സാധിച്ചത് ഈ വിഷയത്തിൽ കോളേജ് അധികൃതരെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും അതിൽ കുറ്റക്കാരെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ കേസിൽ പ്രതികളാക്കപ്പെടുന്ന കാര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ വെറും പ്രസ്താവനകളായി മാത്രം മാറരുത് എന്നാണ് ബിജെപിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏകദേശം 300-ലധികം റാഗിംഗ് വിഷയങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ 10-ൽ താഴെ വിഷയത്തിൽ മാത്രമാണ് കേസുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കൃത്യമായ കേസുകൾ എടുത്തിട്ടുള്ളത്. ഇതിനകത്തെല്ലാം കോളേജിൻ്റെ അധികൃതർ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ആ കോളേജിൽ മാസങ്ങളോളം നടക്കുന്ന റാഗിംഗ് വിഷയത്തിൽ ഒരു നടപടി പോലും എടുക്കാതെ വിദ്യാർത്ഥികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വാർഡൻ ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും അവരുടെ മൗന അനുവാദത്തോടു കൂടിയിട്ടാണ് ഇത്ര ക്രൂരമായ ഈ പ്രാകൃത രീതിയിലുള്ള റാഗിങ്ങുകൾ SFI അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി അനുകൂല സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്ത് നാളെ ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കോളേജ് അധികൃതർക്ക് തോന്നുന്ന തരത്തിലോട്ട് പോയാൽ മാത്രമേ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഇത്തരം പ്രാകൃതമായിട്ടുള്ള റാഗിംഗ് ശൈലികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നത് എന്നേക്കുമായി റാഗിംഗ് അവസാനിപ്പിക്കണം. കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. +2-ന് ശേഷം ആൾക്കാരെല്ലാവരും വിദേശങ്ങളിലേക്ക് പോകുന്നു. ഇവിടുത്തെ കലാലയങ്ങൾ CPM അവരുടെ CPM വൽക്കരണത്തിനും SFI വൽക്കരണത്തിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കലാലയങ്ങളെല്ലാം ഇന്ന് വിദ്യാർത്ഥികൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റമുണ്ടാവണമെങ്കിൽ, സമഗ്രമായ മാറ്റമുണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ കോളേജ് അധികൃതർക്കെതിരെ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തോന്നിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരെ പ്രതികളാക്കണം. 2, ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് ചാർജ് കൃത്യമായി മൊഴി രേഖപ്പെടുത്തി അവരെ അതിനകത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അല്ലാതെ 3 മാസത്തിന് ശേഷം പുറത്തിറങ്ങി വേറൊരു കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്ന രീതിയിലിട്ട് കടന്നു പോകരുത്. ഈ പ്രതികളുടെ SFI പശ്ചാത്തലം ഇതോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവർ SFIയുടെ പ്രവർത്തകരായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ നഴ്സിംഗ് സംഘടനകളെല്ലാം, വിദ്യാർത്ഥി നഴ്സിംഗ് സംഘടനകളെല്ലാം പ്രവർത്തകരാണ്, സജീവ പ്രവർത്തകരാണ്. പക്ഷേ അവർ SFIക്കാരല്ല എന്ന് തള്ളിക്കൊണ്ട് മന്ത്രിമാർ തന്നെ രംഗത്തെത്തുകയാണ്. അതൊരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കമൻറ്റുകൾ പറയുന്നു. എത്രത്തോളം അന്വേഷണത്തെ എത്രത്തോളം തൃപ്തികരമാണ്? വെളിവില്ലായ്മ പറയാൻ CPM മന്ത്രിമാരെക്കാളും വലുതായിട്ട് വേറെ ആരും ഇവിടെയില്ല. കാരണം പച്ചയ്ക്ക് അവർ പറയും ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലയെന്ന്. ഇത് ഡിജിറ്റൽ യുഗമാണ്. സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ പ്രതിസ്ഥാനത്തുള്ള ആളുകളുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ പ്രതികരിക്കുന്നവരാണ്. അവരുടെ രാഷ്ട്രീയത്തെപ്പറ്റി വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. വണ്ടൂർ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എന്നാണ് പറയുന്നത്. വണ്ടൂർ SFIയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ GNMൻ്റെ കോഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ അസോസിയേഷനകത്ത് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാം. ഇവർ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പസിനെ ഇത്രയധികം അവരുടെ അധികാര പരിധിയിൽ നിർത്തിക്കൊണ്ട് അവർ ഇവിടെ വിരാജിച്ചുകൊണ്ടിരുന്നത്. അധ്യാപകരുടെ മുന്നിലൊക്കെ അവരവരുടെ ചങ്കൂറ്റം കാണിച്ചുകൊണ്ടിരുന്നത് CPMൻ്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും പിന്തുണ ഉണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ SFIക്കാരല്ല, അല്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമില്ല, ഇവർ ഇടതുപക്ഷവുമായി ബന്ധമില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല.
ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന ചില കാരണങ്ങൾ മാത്രമായിട്ട് അതിനെ കാണാൻ സാധിക്കുള്ളൂ. ഈ വെളിവുകേട് പറയുകയല്ല ചെയ്യേണ്ടത്. എന്നേക്കുമായി കേരളത്തിൻ്റെ കലാലയങ്ങളിലെ റാഗിങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ഏതായാലും മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ ഉപവാസ സമരത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ രണ്ടാം ഘട്ട സമരമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത്. രണ്ടാം ഘട്ട സമരം എന്ന രീതിയിലാണ് ഇപ്പം 4 സംഘടനാ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സമരത്തിൻ്റെ തുടക്കമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഈ വിദ്യാർത്ഥികളെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസ് ഒതുക്കാനാണെങ്കിൽ ഈ ഒരു സമരം അവസാനിക്കില്ല. ഇതിന് നടപടി എടുക്കുന്നത് വരെ ഈ സമരം തുടരും. അത് പലതരത്തിലുള്ള സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയാണ് നിലവിൽ തീരുമാനം. തീർച്ചയായിട്ടും കലാലയങ്ങളെ ഭയരഹിതമാക്കുക, അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്വൈരമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള നടപടി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരുക്കും. ഒപ്പം തന്നെ പ്രത്യേകമായും ഈ കോട്ടയത്തിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പഴുതടച്ചുള്ള അന്വേഷണം വേണം. ഒപ്പം തന്നെ അധികൃതരെയും ഇതിൽ പ്രതി ചേർക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്ന് തന്നെയാണ് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപവാസ സമരമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്.